നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സമ്പൽ സമ്പൂരിതമായ അയോധ്യയിൽ സ്വയം അഭിക്ഷിപ്തനാകുക. വേർപാടുകൊണ്ട് ദുഃഖിച്ച് ഏകവേണീധരയായ നഗരി അങ്ങയെ കാത്തിരിക്കുകയാണ്. മികച്ച രാജകീയ സുഖങ്ങൾ ആസ്വദിച്ച് അരമനയിൽ അമരേന്ദ്രനെ പോലെ വാഴുക. ദശരഥൻ അങ്ങേക്ക് ആരാണ്? അങ്ങ് ദശരഥന് ആരാണ്? ആ രാജാവ് വേറെ, അങ്ങ് വേറെ. അതുകൊണ്ട് എൻ്റെ വാക്കനുസരിച്ച് അങ്ങ് ചെയ്യുക. ഏതു ജീവിക്കും പിതാവ് വെറും വിത്തു മാത്രമാണ്. ആർത്തവ സമയത്ത് ബീജസംയോഗമാണ് ജനനഹേതു. ഏതു മനുഷ്യൻ്റെയും ജന്മം സംഭവിക്കുന്നത് ഇപ്രകാരമല്ലേ? ദശരഥ ഭൂപതി ഏതു ദിക്കിലേക്കാണോ പോകേണ്ടത് അങ്ങോട്ടാണ് പോയത്. എല്ലാ ജീവൻ്റെയും ഗതി അതുതന്നെ. അങ്ങ് വെറുതെ വിഷമിക്കുന്നു. അർത്ഥത്തെ ഉപേക്ഷിച്ച് ധർമ്മത്തെ മുറുകെ പിടിക്കുന്നവനിലാണ് ദുഃഖം വന്നു ചേരുക, മറ്റൊരാളിലല്ല. അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത്. മരിച്ചിട്ടും അവനെക്കുറിച്ച് മാലേൽക്കുന്നവൻ കഷ്ടപ്പെടും. അഷ്ടകാശ്രാദ്ധം, പിതൃശ്രാദ്ധം തുടങ്ങിയവയ്ക്ക് ജനങ്ങൾ വെറുതെ ഒരുങ്ങുന്നു. എത്രമാത്രമാണ് ചോറിന് ചെലവുണ്ടാകുന്നത്? മരിച്ച ആൾ വന്ന് ഊണ് കഴിക്കുമോ? ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അത് മറ്റൊരാളുടെ ദേഹത്തിൽ എന്തെങ്കിലും ചെയ്യുമോ? ശ്രാദ്ധം മൂട്ടിയാൽ മരിച്ച ജീവൻ അത് പൊതിച്ചോറ് ആകുമോ? സാധാരണക്കാരെ മയക്കാൻ വിഘ്നന്മാരായവർ അർത്ഥലാഭം കൂടി ഉദ്ദേശിച്ച് നിർമ്മിച്ച ഗ്രന്ഥങ്ങളിലാണ് ഈ പ്രകാരം പറയുന്നത്. യാഗം ചെയ്യുക, ദാനം ചെയ്യുക, ദീക്ഷ കൊള്ളുക, തപസ്സു ചെയ്യുക എന്നെല്ലാം. അതിനാൽ കാണാത്ത മറ്റൊന്നില്ലെന്ന് വിശ്വസിച്ച് കണ്ടതിനെ സ്വീകരിക്കൂ. സർവ്വലോകങ്ങളും ആദരിക്കുന്ന ഈ തത്വം മനസ്സിലാക്കി ഭരതാഭ്യർത്ഥന പ്രകാരം അയോധ്യ രാജ്യം അങ്ങ് ഏറ്റുവാങ്ങണം. ബ്രാഹ്മണവര്യനായ ജാബാലിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് അല്പം പോലും ചലനം ആ ബുദ്ധിക്ക് ഉണ്ടായില്ല. സത്യസ്വരൂപിയായ ശ്രീരാമൻ ഉറച്ച ഭക്തിയോടുകൂടി തന്നെ തുടർന്നു. അവിടുന്ന് എൻ്റെ ഇഷ്ടസിദ്ധിക്കായി പറഞ്ഞതെല്ലാം കാര്യം പോലെയുള്ള അകാര്യങ്ങളാണ്, പദ്യമാണെന്ന് തോന്നത്തക്ക അബദ്ധ്യങ്ങളാണ്. മര്യാദയില്ലാത്ത മനുഷ്യൻ, ദുരാചാരൻ, നിന്ദ്യകർമ്മങ്ങൾ ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവനെ സജ്ജനങ്ങൾ ഒരിക്കലും ആദരിക്കുകയില്ല. നല്ല വംശത്തിലാണോ ചീത്ത വംശത്തിലാണോ ജനിച്ചിട്ടുള്ളതെന്നും, വീരനാണോ ധീരൻ മാനിയാണോ എന്നും, നിർമ്മലനാണോ കളങ്കിയാണോ എന്നും ഒരുവൻ്റെ ജീവിത രീതി കൊണ്ടാണ് അറിയുക. ഉത്തമൻ്റെ നാട്യമുള്ള ദുഷ്ടൻ, ശുദ്ധനെ പോലെയുള്ള അശുദ്ധൻ, സുശീലന് തുല്യനായ ദുശീലൻ, ഗുണവാനാണെന്ന് തോന്നിക്കുന്ന അഗുണൻ എന്നിവരെ പോലെ ഞാൻ ക്രിയാവിധികളിൽ വർണ്ണിച്ചതിനെ നല്ലതാണെന്ന് തോന്നുന്ന ദുഷ്കർമ്മത്തെ ആചരിച്ചാൽ കാര്യകാര്യം അറിയുന്ന സജ്ജനങ്ങൾ എന്നെ അല്പമെങ്കിലും ആദരിക്കുമോ? ധർമ്മം പോലെ കാണിച്ച് അധർമ്മത്തെ സ്വീകരിച്ച എന്നെ ആർ ബഹുമാനിക്കും? ലോകത്തെ നശിപ്പിക്കുന്നൊരു ദുർവൃത്തനായിട്ടല്ലേ കണക്കാക്കുക? സത്യം വെറുതെ ആക്കിയാൽ ഏതൊന്നുകൊണ്ട് ഞാൻ സ്വർഗമണയും? ഈ കാണുന്ന ജനങ്ങളെല്ലാം തോന്നിയ പോലെ നടക്കില്ലേ? രാജാവിനെ അനുസരിച്ചല്ലേ പ്രജകൾ ജീവിക്കുക? സത്യം അതാണ്. കാരുണ്യമേറുന്ന അനശ്വര രാജധർമ്മം. രാജ്യം തന്നെ സത്യപ്രധാനമല്ലേ? ലോകം നിലനിൽക്കുന്നത് സത്യത്തിൽ മാത്രം. ദേവന്മാരും ഋഷീശ്വരന്മാരും ശ്രേഷ്ഠതരമായൊരു ഗുണമായി എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തെയാണ്. സത്യഭാഷണത്തിൽ സുസ്ഥിരനായൊരുവൻ ഈ ലോകത്തിൽ അദ്വിതീയ സ്ഥാനത്ത് എത്താതിരിക്കുകയില്ല. അസത്യം ഓതുന്നവൻ ക്രുദ്ധനായൊരു ഉഗ്രസർപ്പത്തെ പോലെ ഭയങ്കരനാണ്. ഈ ലോക ജീവിതത്തിലെ ശ്രേഷ്ഠധർമ്മം സത്യമല്ലാതെ മറ്റെന്തൊന്നാണ്? അമരലോകത്തിൻ്റെ സുസ്ഥിതിക്ക് മൂലം സത്യം മാത്രം. ഈശ്വരനെ കണക്കാക്കുന്നതേ സത്യസ്വരൂപം ആയിട്ടല്ലേ? മഹാലക്ഷ്മിയുടെ അധിവാസം ആ സത്യസ്വരൂപിയായ സർവേശ്വരനിലാണ് എന്ന് ഓർക്കണം. സർവസദ്ഗുണങ്ങൾക്കും മൂലകാരണം ഇരിക്കുന്നത് സത്യമാണ്. സത്യത്തിലും മീതയായി ശ്രേഷ്ഠമായി യാതൊന്നുമില്ല. ദാനം, യജ്ഞം, തപസ്, ഹോമം ഇവയെ വിധിക്കുന്ന വേദം ഉണ്ടായത് സത്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് സത്യം മാത്രമേ ഏതൊരു മനുഷ്യനും സ്വീകരിക്കാവൂ. ഒരാൾ രാജ്യത്തെ ഏറ്റവും നന്നായി ഭരിക്കും, മറ്റൊരാൾ വംശത്തെ പരിപാലിക്കും, മറ്റൊരാൾ വാഴുന്നത് നരകത്തിലായേക്കാം, ഇനിയും ഒരാൾ സ്വർഗത്തിലും. അതിനാൽ ഇത്രയും ഉത്തമോത്തമമായ ധർമ്മം സത്യമായ താതനിർദ്ദേശം ചെയ്യാതിരിക്കുകയോ? സത്യസംഹരനായ ഞാൻ പിതാവിനോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ലോഭം, മോഹം എന്നിവയാലോ അജ്ഞാനത്താലോ അന്ധകാരത്തിൽപ്പെട്ട് പ്രതിജ്ഞയാകുന്ന ചിറയെ മുറിക്കുമെന്ന് സംശയിക്കുകയേ വേണ്ട. ചപലനും ചഞ്ചല മനസ്കനും അസത്യസന്ധനുമായൊരുവനെ പിതൃവേദാദികൾ കൊണ്ടാടുകയില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ആത്മാവിൽ സത്യധർമ്മം പ്രവർത്തിക്കുന്നത് വ്യക്തമായി ഞാൻ കാണുന്നുണ്ട്. സജ്ജനങ്ങൾ ഏറ്റവും വിഷമിച്ച് സമ്പാദിക്കുന്ന ഗുണഭാരം സത്യത്തെ ആദരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ലോഭവും മോഹവും ദുഷ്ടതയുള്ള മഹാപാപികൾ ധർമ്മവേഷത്തെ ഭംഗിയായി കെട്ടിക്കുന്ന അധർമ്മത്തെ ക്ഷത്രിയധർമ്മമാണിതെന്ന പേരിനെ ഞാൻ സസന്തോഷം ഉപേക്ഷിക്കുന്നു. മനസ്സിൽ കഠിന കാര്യങ്ങളെ പറ്റിയുള്ള ചിന്ത, നാവിൽ അസത്യം പുരട്ടിയ അമൃതവാണികൾ, ദേഹം കൊണ്ട് ചെയ്യുന്ന ദുരിതങ്ങൾ, ഇങ്ങനെ പാതകം 3 വിധത്തിലാണ്.
രാജ്യം, യശോലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി എന്നിവ സത്യസന്ധനായ പുരുഷോത്തമനെയാണ് അത്യാഗ്രഹത്തോടെ സ്വയമേ വരിക്കുക. ഈ ലോകത്തിൽ മാത്രമല്ല സ്വർഗ്ഗലോകത്തിലും ഇവയെല്ലാം അവനെ അനുഗമിക്കും. അതുകൊണ്ട് ഏതൊരുവനും സ്വീകരിച്ച് ആദരിക്കേണ്ടത് സത്യത്തെ അല്ലാതെ മറ്റൊന്നിനെയല്ല. ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് വിചാരിച്ച് വിശ്വസിച്ച് ഞാൻ പറയുന്നതെല്ലാം നല്ല കാര്യമാണ്, സംശയരഹിതമായി ചെയ്യേണ്ടത് മറ്റൊന്നല്ല എന്നിങ്ങനെ അവിടുന്ന് യുക്തമായി പറഞ്ഞുവല്ലോ. അല്പം ആലോചിച്ചാൽ അതെല്ലാം അധർമ്മത്തിൻ്റെ ആകെ തുകയായി തീരും. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.